അല്ല, അത് പറഞ്ഞല്ലോ, രാവിലെ ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഗോവിന്ദമാഷ് സംസാരിച്ചില്ലേ? ഗോവിന്ദമാഷ് സംസാരിച്ചു. ഇന്നലെ KTMന്റെ പരിപാടിയിലായിരുന്നു. അതിന് പുറത്തിറങ്ങിയ സമയത്താണ് നിങ്ങൾ ചോദിച്ചത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ സംസാരിച്ചു കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി സംസാരിച്ചു. ഏതായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. ഇന്ന് ടൂറിസം ദിനമാണല്ലോ. ടൂറിസം ദിനത്തിൽ നമ്മൾ കേരളത്തിന് വലിയ സന്തോഷം നൽകുന്ന വാർത്തകളാണ് വന്നിട്ടുള്ളത്. ദേശീയ തലത്തിൽ കേരള ടൂറിസത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് അതിൻ്റെ വിവരം വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസം വില്ലേജായി കടലുണ്ടിയെയും അതുപോലെ തന്നെ അഗ്രോ ടൂറിസം വില്ലേജായി കുമരകത്തെയും ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി ദേശീയ പുരസ്കാരം കിട്ടി. 8 കാറ്റഗറിയിലായി 1000ത്തിന്റെ അടുത്ത് വില്ലേജുകളാണ് ഇതിൽ പങ്കുകൊണ്ടത്. അതിൽ നിന്നാണ് കുമരകവും കടലുണ്ടിയും തെരഞ്ഞെടുത്തത്. മികച്ച ടൂറിസം വില്ലേജായി കടലുണ്ടിയും മികച്ച ആഗ്രോ ടൂറിസം വില്ലേജായി കുമരകവും തെരഞ്ഞെടുത്തു. നിങ്ങൾ മൊത്തമൊന്നൊരു സന്തോഷം കാണുന്നില്ല പറഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുത്തു. നമ്മുടെ കേരളത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. അത് ടൂറിസം ദിനത്തിൽ തന്നെ കിട്ടി എന്നുള്ളതാണ് അതിലേറ്റവും സന്തോഷകരമായ കാര്യം. മിനിസ്റ്റർ, ഒരു കാര്യം, അതായത് അങ്ങേപോലെ ശക്തനായിട്ടുള്ള ഒരു പാർട്ടി നേതാവിനെതിരെ അദ്ദേഹം പറയാണ്, മുതിർന്ന നേതാക്കൾ ഉണ്ടായിട്ട് പോലും റിയാസിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചത് പോലും ശരിയായിട്ടില്ല എന്നത്. അത് അങ്ങനെ ഒരു വാക്ക് പറയുന്നത് ശരിയാണോ? പാർട്ടി പറയേണ്ട കാര്യങ്ങളാണല്ലോ, അതിലൊന്നും ഞാനെന്ത് പറയും. അങ്ങേക്കെതിരെയല്ലേ പറയുന്നത്? ഫെബ്രുവരി മാസം PV അൻവറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന മന്ത്രിയാണ്, നാടിന് വേണ്ടി ഒറ്റയടിക്ക് ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു നിലപാട് മാറ്റത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, പാർട്ടി പറഞ്ഞില്ലേന്ന്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിട്ടിപ്പോൾ കഴിഞ്ഞിട്ടിപ്പോൾ അധിക സമയമായോ എനിക്കറിയില്ല, ആയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെന്ത് പറയാനാണ്? വ്യക്തിപരമായി ഇപ്പൊ നിങ്ങളെ അനുവദിക്കാതെ എനിക്ക് പോകാനും പറ്റില്ല. അത് അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ പോകുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. അല്ല, പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞല്ലോ കാര്യങ്ങൾ, പിന്നെ എന്ത് പറയാന്? ഇതിപ്പോ അവിടെ കാണുന്ന ആൾക്കൂട്ടം ഒരു പുതിയ പദ്ധതിയാണ്, അതും കൂടി നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അല്ല, പുതിയ പദ്ധതിയാണത്. അത് ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ടൂറിസം ക്ലബ്ബിലെ അംഗങ്ങളെ ഏറ്റെടുക്കുന്നതാണ്. അതൊരു പുതിയ വെറൈറ്റിയാണ്. നിങ്ങൾ പറ്റിയാൽ ഈ തിരക്കിനിടയിൽ അതൊക്കെ ഒരു വാർത്തയായി കൊടുക്കണം. അതുപോലെ നമ്മളെ സംസ്ഥാനത്തിന് ഒരു പുരസ്കാരം കിട്ടിയിട്ട് നിങ്ങളാരും മുഖത്തൊരു സന്തോഷം വരാൻ വളരെ മോശമായിട്ട്. അപ്പം അതും പറ്റിയാൽ ഒരു എവിടെയെങ്കിലും ഒന്ന് കുത്തി തിരികെ ഒരു വാർത്തയായി കൊടുക്കുന്നത് നല്ലതാണ്. ഈ വയനാട് ദുരന്തത്തിന് ശേഷം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടെന്നുള്ള ആ കുറവ് ഇപ്പോൾ പരിഹരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടപെട്ടതിന്റെ ഭാഗമായി എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ ഇപ്പോൾ സംഘടിപ്പിച്ചു. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് വയനാട്ടിൽ കേന്ദ്രീകരിച്ചു വന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ റിസോർട്ടും എന്നൊക്കെയുള്ള റിപ്പോർട്ട് ആളുകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. ഞാൻ അവിടെ വലിയൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. അവിടുത്തെ എല്ലാ കൾച്ചറും അടങ്ങിയൊരു ഫെസ്റ്റ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ വയനാട് അടിച്ചു കയറും. കേരള ടൂറിസം നല്ലോണം മുന്നോട്ട് പോകും. ഓക്കെ.